നമ്മളെ രാജീവ് ചന്ദ്രശേഖരൻജി സംസ്ഥാന അധ്യക്ഷനായ ശേഷം കുറെ ചാനലുകാർക്കും കുറെ ടീമിനും മൂപ്പറ ട്രോളാനേ സമയമുള്ളൂ. നിങ്ങൾ അധികം കളിക്കല്ലട്ട, നിങ്ങൾ കളിച്ചതിന്റെ വിവരങ്ങൾ അറിയും. കാരണം മൂപ്പറെ പറ്റി നിങ്ങൾക്ക് അറിയാല, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം, തെറി വിളിക്കാൻ അറിയാം, വേണമെങ്കിൽ മുണ്ട് പൊക്കി കാണിക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്യക്ഷനാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് ആരാന്നും കൂടി നമുക്കറിയാം. ഒന്ന് ശോഭജിയും ഒന്ന് ഉള്ളി സുരേന്ദ്രജിയാന്നറിയാം. കാരണം രണ്ടാക്കുവാന്നല്ല ഇവരോടുള്ള ദേഷ്യം. ഇല്ലാണ്ട് ഇത് വേറെ ഒരു കമ്മിയും ഒരു സുഡാപ്പിയും ഒരു കൊങ്ങിയല്ല ഇതിന്റെ ബേക്കിൽ ഈ വിവരമില്ലാത്ത ഈ ചാണക സംഖ്യകളാണ്. നമ്മളിലും തലയിൽ ചാണകം കണ്ട് ഉള്ളി സുരേന്റെയും ശോഭാ സുരേന്ദ്രൻ തലയിൽ എന്തുണ്ടേ ഉള്ളേ? ഒരു ഉണ്ടിയുമില്ല. ഇവരാണ് നമ്മളെ രാജീവ് ചന്ദ്രശേഖർജിനെ ഇത്രയും മാത്രം നാറ്റിക്കുന്നത്. ഇന്ന് തന്നെ 2ഓളം ട്രോൾ വീഡിയോ കണ്ടിട്ട് നമ്മളെ ചാണക സംഖ്യകളുടെ ഹൃദയം തകർന്ന് തരിപ്പണായിപ്പോയി. എന്തൊക്കെയാണ് വിഴിഞ്ഞത്ത് പോയി ഇത്രയും വലിയ തെറ്റാണോ? അദ്ദേഹം അവിടെ പോയി ഇരുന്നത് ഇത്രയും വലിയ തെറ്റാണോ? ഉള്ളി സുരേ, ശോഭാ സുരേന്ദ്ര, വിടില്ല ഞങ്ങൾ ചാണക സംഖ്യകൾ വിടില്ല നിങ്ങളെ. ആദ്യം നമുക്ക് ആ ട്രോള്, ഒരുപാട് സംഖ്യ ഹൃദയങ്ങളെ തകർത്ത ആ ട്രോള് കാണാം. മറക്കൂല, പൊറുക്കൂല നമ്മള്. തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. എടോ, അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇതുപോലൊരു പരമ നാറി ലോകത്ത് വേറെ ഉണ്ടാവില്ല. ആർക്ക് വേണം വലിഞ്ഞേറി വന്നേക്കുന്ന? ഇത് സഹിക്കാം, ഇത് നമ്മൾ ചാണക സംഖ്യകൾ സഹിക്കും. പക്ഷെ ഇതിലും സങ്കടമായിപ്പോയി അടുത്തത് മുഹമ്മദ് റിയാസിനെ വെച്ചിട്ട് ഉള്ളി സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ കളിച്ച കളിയാതി ഞമ്മക്കറിയാം. ഈനൊന്നും പൊറുക്കൂല, മറക്കൂല. നമ്മൾ തുണി പൊക്കി കാണിച്ചിരിക്കും നമ്മുടെ രാജശേഖർജി. കാണാല ക്യാമറയൊന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ, അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ നോക്ക്, കണ്ടില്ലേ? അവിടെ വേറെ അതാര്? ഇതിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. മുദ്രാവാക്യം വിളിക്കുന്ന തെറ്റ്. അവിടെ ഇരുന്ന് ബോറടിച്ചപ്പം മുദ്രാവാക്യം വിളിച്ച് വേറെ ആരും ഇല്ലല്ല. പിന്നെ 1 മണിക്കൂർ മുന്നേ എന്തിനാ രാജീവ് ചന്ദ്രശേഖർജി അവിടെ പോയെന്ന് ചോദിച്ചാല് മൂപ്പർക്ക് പേടിയുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ഉള്ളി സുരിയും ശോഭയും കൂടി ഉണ്ടല്ല, മൂപ്പറ പേര് ചിലപ്പോൾ വെട്ടിക്കളയും. അതിന് മുന്നേ അവിടെ പോയി ഇരുന്നിയെന്ന്. പിന്നെ കസേരക്ക് വേണ്ടിട്ട് ഈ കസേര കിട്ടിയില്ലെങ്കിൽ നമ്മുടെ രാജശേഖരൻജി വണ്ടിയിൽ കസേര വെച്ചിട്ടുണ്ട്. ആ കസേര മുണ്ടും മടക്കി കുത്തിയിട്ട് തലയിൽ വെച്ച് എടുത്തോണ്ട് വന്നിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഒരു മടിയും ഇല്ലാട്ടാ. പക്ഷെങ്കില് മറക്കൂല, ഓർക്കൂല. നമ്മള് ചാണക സംഖ്യകള് ഉള്ളി സുരേ, ശോഭാ സുരേന്ദ്ര, രണ്ടിനെയും നമ്മൾ മറക്കൂല. നമ്മളെല്ലാ കമ്മികളെയും കൊങ്ങികളെയും സുഡാപ്പികളെയും എല്ലാം മറക്കും. പക്ഷെ കൂടെ നിന്നിട്ട് ഈ ഇടക്കിടക്കായിട്ട് നമ്മളെ രാജീവ് ചന്ദ്രശേഖരനെ ആസാക്കുന്ന നിങ്ങളെ പരിപാടി അത് നമ്മൾ വിടൂല, ഒരിക്കലും വിടൂല. പക്ഷെ നമ്മളെയും കാട്ടി തലയിൽ ചാണകമുള്ള കുറെ സംഖ്യകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെയും കാട്ടി അല്ലാതെ ഉള്ളി സുരേനൊന്നും. അത് നമ്മൾ കേട്ടിക്ക്. അതിൽ സത്യം ഇല്ലാതൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ തുറന്നു പറയാൻ വേണ്ട. കിട്ടിയത് ഇമാര് സാമാനത്തിനായിട്ടുണ്ടെങ്കിൽ സഹിക്കുക, പുറത്തിട്ട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ മലയാളം അറിയില്ല, ഒരു ഭാഷ അറിയില്ല, എന്തെങ്കിലും അത്തും വിത്തും പറഞ്ഞങ്ങ് പോകും. 1-2 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ചവിട്ടി പുറത്താക്കാം. ഇതേ പോക്കാന്ന് രാജീവ് ചന്ദ്രശേഖർജി നമ്മളെ കേരളത്തിൽ BJP ഇല്ലാണ്ടാക്കും. ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സമാധാനമായില്ല, പിന്നെ പ്രശ്നമില്ല, പിന്നെ ട്രോളൊന്നും ഉണ്ടാവില്ല. മറക്കൂല, പൊറക്കൂല. ഉള്ളി സുരേ, ശോഭാ സുരേന്ദ്ര, ജീവനുള്ളിടത്തോളം കാലം നമ്മൾ ചാണക സംഖ്യകൾ നിങ്ങളെ മറക്കൂല. ഇനി പകരം വീട്ടിയിരിക്കും. അപ്പോ പ്രണാമം. എന്നാ പിന്നെ ശരി.